ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ റെഡി ആയതാണ്. അപ്പോൾ ഏത് അമ്പലം പറഞ്ഞത്? ശരിയുണ്ട്. അതെ, അപ്പോൾ നമ്മുടെ ചേച്ചിയുണ്ട്. ചേച്ചീൻ്റെ കൂടെ പാപ്പമ്മ ബൈക്കിലാണ് ഞങ്ങൾ പോകുന്നത്. നമുക്ക് ബൈക്കിൽ പോകുന്നത് കാണാം. റെഡി ഗൈസ്. അപ്പോൾ ഞങ്ങൾ വണ്ടിയുമ്പോഴാണ് സോങ്ങടൊക്കെ അപ്പോൾ ഗൈസ് ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ വയലിൽ പോവാണ്. വയലിൽ എന്തിനാ പോകുന്നത്? വയലിൽ വയലിൽ പോവാം. അപ്പം നമ്മളെ മുന്നിൽ വേറെയും കുറേ ആൾക്കാരുണ്ട് വയലിലേക്ക്. അപ്പോൾ അത് അവിടെയാണ് വയൽ, നിങ്ങൾ കാണുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ വയലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ്. വെയിലാനെക്കൊണ്ട് കോഴിക്കോടും കണ്ണൂരൊക്കെ ഭയങ്കര അതിശക്തമായ വെയിലാണ്. സംസ്ഥാനത്തെ ഇന്നും ഉയർന്ന താപനില എല്ലാരും പറഞ്ഞു അങ്ങോട്ട് കേരളാണ്. അങ്ങനെ ഞങ്ങൾ ശശിയായി. പണിമുടക്ക് അതിനെക്കൊണ്ട് ഇവിടെ കട തുറക്കൂലേനും. അപ്പോൾ ഞങ്ങൾ ശശി എന്താക്കാനാ ഗൈസ്, ഞങ്ങൾ ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് വെറുതെ നടക്കും. നമുക്ക് അമ്പലത്തിൽ തന്നെ പോവാം, അവിടെ നിന്ന് വെള്ളം കുടിക്കാം. വെറുതെ എന്തായാലും എക്സസൈസ് എല്ലാം നടക്കുന്നത് നടക്കാം. അപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് അമ്പലത്തിൽ തന്നെ പോവാണ്. എന്ത് വെള്ളം വാങ്ങാൻ ഗൈസ്. സോന പറഞ്ഞിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ പോയത്. ഇത്രയും ദൂരം നടന്നിട്ട് പക്ഷേ അവൾക്കൊരു ബോധമില്ല. ഞാൻ ചീത്ത അറിയില്ല, ഒരു ബോധമില്ല ഗൈസ്. ഞങ്ങൾക്ക് വെള്ളത്തിന് അയച്ചിട്ടിപ്പോൾ വെള്ളം കുടിക്കുകയാണ്. ഞങ്ങൾ അവിടെ പണിമുടക്ക് കാരണം ഞങ്ങൾ അവിടെ ഇതാക്കാൻ പറ്റില്ലല്ലോ, വെള്ളം കിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്ന് വെള്ളം കുടിക്കുകയാണ്. സ്വാദിഷ്ടമായ എന്ത് മിസ്സാക്കി ആ ചൂടെല്ലാം ഉണ്ട്, അതാട്ടോ മിക്സാക്കാൻ. അടിപൊളി സീനറിയാണ്. ഒരു കോടീശ്വരന്റെ കിടപ്പ്. ഇവനെന്താ ദീപശിഖയുമേന്തി ഒളിമ്പിക്സിൽ ഓടാൻ പോകും? ധർമ്മേന്ദ്ര, ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു. അപ്പൊ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. കയ്യിൽ പൊരിയും എന്താ പറയാ തേൻമുട്ടയൊക്കെ ഉണ്ട്. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഗൈസ് ഫൈനലി നമ്മുടെ വീട്ടിലെത്തിയിരിക്കുന്നു. അത്രയും വീഡിയോ.